ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓഫീസിൽ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ ഭാഗമായിട്ട് എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിലെ ന്യൂ ഇയർ സെലിബ്രേഷൻ പ്രോഗ്രാംസൊക്കെ ഒന്ന് കാണാം. ലെറ്റ്സ് ഗോ. നമ്മുടെ പർച്ചേസറാണ് ഗൈസ് കേക്കൊക്കെ ആയിട്ട് വരുന്നത്. നമ്മുടെ എപ്പോഴും നമ്മൾ ഇവൻറ്റ്സൊക്കെ വരുമ്പോഴും സെലിബ്രേഷൻസൊക്കെ വരുമ്പോഴും നമ്മളുടെ അപ്സ്റ്റേഴ്സിലുള്ള മീറ്റിംഗ് റൂമാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നും നമ്മൾ നമ്മുടെ മീറ്റിംഗ് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പർച്ചേസറിനെ കുറേ ട്രോളുന്നുണ്ട്. കേക്കൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ കുറേ ട്രോളുന്നുണ്ട്. അവരും കുറേ കോമഡിയൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ ഏറ്റവും എൻഡിലായിട്ടാണ് നമ്മുടെ മീറ്റിംഗ് റൂം വരുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ഗാലറിയിൽ നിന്നാണ് നമ്മളിന്ന് കേക്ക് വാങ്ങിയിരിക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ടാണ് ഗൈസ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. ഓളാണ് കേക്കൊക്കെ സെലക്ട് ചെയ്തത്. ഫെറാറോ റോച്ചറിൻ്റെ കേക്കായിരുന്നു. കേക്ക് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല സെലക്ഷൻ ആയിരുന്നു. എന്തായാലും നമ്മുടെ കമ്പനിയുടെ പേരൊക്കെ എഴുതി അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കേക്ക് കണ്ടപ്പോഴത്തേക്കിന് സ്റ്റാറ്റസൊക്കെ ഇടാൻ വേണ്ടി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമുക്ക് കൺഫ്യൂഷനിലായിരുന്നു ആര് കേക്ക് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ്. കുറേ കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ അവസാനം നമ്മുടെ ട്രാൻസ്പോർട്ടേഷനിൽ വർക്ക് ചെയ്യുന്ന ആദ്യം നമ്മുടെ പർച്ചേസറും കൂടെ കേക്ക് കട്ട് ചെയ്യാമെന്ന് കരുതി. അവർ കേക്ക് കട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കളിയാക്കാൻ തുടങ്ങി. ഗൈസ്, ഇതെന്താ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണോ എന്ന് ചോദിച്ച് ഞങ്ങളെല്ലാവരും കളിയാക്കാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ അവിടെ ഭയങ്കര കോമഡിയൊക്കെ ആയിരുന്നു. പിന്നെ അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ പറഞ്ഞു, പിന്നെ അവരോട് പറഞ്ഞു ആദ്യം നിങ്ങൾ തന്നെ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളവരെ കളിയാക്കി. അടിപൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു ഗൈസ്. എന്തായാലും ന്യൂ ഇയർ ആയിട്ട് നമുക്ക് നല്ല ഒരു ഹാപ്പിനെസ് മൊമെൻറ്റ്സ് ആയിരുന്നു ഇതൊക്കെ. ആദ്യം നമ്മൾ കൊടുത്തത് നമ്മുടെ ഫിനാൻസ് മാനേജർക്കാണ്. എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് ആൾക്കാണ്. പിന്നെ നമ്മളെല്ലാവർക്കും കേക്ക് ഒരുപോലെ കട്ട് ചെയ്യാൻ തുടങ്ങി ഗൈസ്. അപ്പോഴേ നമ്മുടെ ഫെറാറോ റോച്ചർ എല്ലാം പോയി ഗൈസ്. അയ്യോ, ഒരു ഫെറാറോ റോച്ചർ പോലും കിട്ടിയില്ല ഗൈസ് എനിക്ക്. പിന്നെ കേക്ക് കഴിക്കാമെന്ന് കരുതി. എല്ലാവർക്കും വേണ്ടി കേക്ക് ആദിത്യൻ കേക്ക് മുറിക്കുമായിരുന്നു. ഞാൻ പുറകിൽ നിന്ന് ഞാൻ കേക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. ഇതൊക്കെ നമ്മുടെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവരാണ്. പിന്നെ ഇത് നമ്മുടെ മാൻഡ്രേക്ക്, നിങ്ങൾക്ക് അറിയത്തില്ലേ. പിന്നെ ഇത് നമ്മുടെ അണ്ണനേന്ന് ഞാൻ വിളിച്ചപ്പോഴത്തേക്കിന് അണ്ണൻ ഓടി ഗൈസ്. അങ്ങനെ ഞാനും കേക്കൊക്കെ കഴിച്ച് ക്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടു. അവസാനം എല്ലാവരും കേക്ക് കഴിച്ച് കഴിഞ്ഞപ്പോൾ കേക്കിൻ്റെ അവസ്ഥ ഇതായിരുന്നു ഗൈസ്. പിന്നെ നമുക്ക് കേക്ക് കഴിക്കാൻ തോന്നിയവരൊക്കെ പിന്നെയും കഴിച്ചു ഗൈസ്. അങ്ങനെ നമ്മുടെ വ്ളോഗ് അവസാനിച്ചു. എല്ലാവർക്കും ഞാൻ നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വർഷം നേരുന്നു. ടാറ്റാ, ബൈ.